പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ അടക്കം 3 തീവ്രവാദികളെ സൈന്യം വധിച്ചു. ആക്രമണത്തിന്റെ സൂത്രധാരനായ സുലൈമാൻ ഷായെ ഉൾപ്പെടെ 3 പേരെയാണ് സൈന്യം വധിച്ചത്. ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരായ അബു ഹംസ, യാസിർ എന്നീ ഭീകരരെയും സൈന്യം വധിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, വലിയ രീതിയിൽ ഉള്ള ഒരു നിർണായകമായ ഘട്ടത്തിലേക്കാണ് സൈന്യം 3 തീവ്രവാദികളെ വധിക്കുന്നതിലൂടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു? വിശദമായ വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, പഹൽഗാം ഭീകരാക്രമണത്തിന് 97 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ 3 ഭീകരരെയും വധിച്ചതായി സൈന്യം സ്ഥിരീകരിക്കുന്നത്. ദീർഘനാളായി, അതായത് ഈ 97 ദിവസമായി രാജ്യം ഒരേ രൂപത്തിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തി, ഇന്ത്യയുടെ വിനോദസഞ്ചാരികളടക്കം 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരർ എവിടെ എന്ന ചോദ്യം പ്രതിപക്ഷവും രാജ്യം ഒന്നാകെ ചോദിക്കുമ്പോഴാണ് ഈ 97ാം ദിവസത്തിൽ 3 ഭീകരരെ കൊലപ്പെടുത്തിക്കൊണ്ട് സൈന്യം അതിന് വലിയ മറുപടി നൽകുന്നത്. അതുമാത്രമല്ല, പാർലമെന്റിൽ ഇന്നു മുതൽ പഹൽഗാം ഭീകരാക്രമണം ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. ചർച്ചകൾ തുടങ്ങി നിമിഷങ്ങൾക്കകമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ പാർലമെന്റിൽ ഇക്കാര്യം വിശദീകരിക്കുമ്പോഴാണ് 3 ഭീകരരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ഭീകരരെയും വധിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സൂത്രധാരനെ സൈന്യം വധിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അത് ഏറ്റവും ഒരുപക്ഷെ രാജ്യത്തിന് മാത്രമല്ല സൈന്യത്തിനുമൊക്കെ വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. സുലൈമാൻ ഷാ, അദ്ദേഹത്തിന് പല പേരുകളാണ്. സുലൈമാൻ ഷായെ കൊലപ്പെടുത്തുന്നു. സുലൈമാൻ ഷാ അടക്കം 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഒന്ന് അബു ഹംസ, യാസിർ, അങ്ങനെ 3 പേരാണ്. സുലൈമാൻ ഷായും അബു ഹംസയും യാസിറും, അങ്ങനെ 3 പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതും 3 പേരെ സൈന്യം കൊലപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ഈ 3 പേരും ദീർഘനാളായി വനമേഖലയിൽ, അതായത് ശ്രീനഗറിനോട് ചേർന്ന് ലിഡ്വാസ് വനമേഖലയിൽ ദീർഘനാളായി ഒളിവിൽ കഴിയുകയായിരുന്നു. ആ ഒളിവിൽ കഴിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ വലിയ ഷീറ്റുകൾ, വലിയ ജാക്കറ്റുകൾ, അതുമാത്രമല്ല AK-47 തോക്കുകളടക്കം, ഗ്രനേഡുകളടക്കം ഏതാണ്ട് 18ഓളം റൈഫിൾ ഗ്രനേഡുകളും 17ഓളം AK-47 തോക്കുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രദേശമാകെ ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു പ്രദേശത്തെ സംവിധാനങ്ങൾ മുഴുവൻ കാണുന്നത്. അവിടെയാണ് സൈന്യം തെരച്ചിൽ നടത്തുകയും ഇപ്പോൾ 3 ഭീകരരെ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തത്. അത് മാത്രമല്ല, ഇതിൽ സൂത്രധാരൻ എന്ന് പറയുന്നയാൾ ഇപ്പോൾ ദീർഘനാളോളം പാകിസ്ഥാൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡോ വിഭാഗത്തിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ലഷ്കർ-ഇ-തൊയ്ബയിൽ ചേർന്നത്. ഈ 3 പേരും ലഷ്കർ-ഇ-തൊയ്ബയുടെ അംഗങ്ങളാണ്. ഇപ്പോഴും അവരെയാണ് ഇപ്പോൾ സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് ഇന്ത്യ മുൻകാലങ്ങളിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുന്നു. ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത്. ആ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർക്ക് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ കമാൻഡോയുടെ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുലൈമാൻ ഷാ. ആ സുലൈമാൻ ഷായാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 3 പേരും ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരും, അവർക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അങ്ങനെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 97 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങാനിരിക്കുമ്പോൾ ആ 3 പേരെയും ശ്രീനഗറിലെ ലിഡ്വാസിൽ സൈന്യം കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. സംഗീത. ശരി ശ്രീജിത്ത്.